പാർലമെന്റ് മൺസൂൺ സെഷൻ 15ാം ദിവസവും പ്രക്ഷുബ്ധമാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണം എന്നാവശ്യപ്പെട്ട് ഇരു സഭകളും തുടങ്ങിയപ്പോൾ മുതൽ പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തി. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയിലും പ്രതിപക്ഷം ചർച്ച ആവശ്യപ്പെടുകയാണ്. ലോക്സഭ 12 മണി വരെയാണ് പിരിഞ്ഞിട്ടുള്ളത്. രാജ്യസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഇടയിലും നടപടികൾ തുടരുകയും ചെയ്യുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ആർ കിരൺ ബാബുവാണ് ചേരുന്നത്. കിരൺ, അമിത്ഷാ എവിടെ? അമിത്ഷാ വരണം, ഇതാണ് പ്രധാനപ്പെട്ട ആവശ്യം. കഴിഞ്ഞ ദിവസം രാജ്യസഭ ചെയർമാൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഉപരാഷ്ട്രപതി തന്നെ പാർലമെന്ററി കാര്യമന്ത്രി ഇക്കാര്യം ഓർമ്മിപ്പിക്കുന്നു. പ്രതിപക്ഷം തുടർച്ചയായി ആവശ്യപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെടുന്നില്ലേ എന്ന് ചോദിച്ച പശ്ചാത്തലമുണ്ടാകുന്നു. അപ്പോഴും അമിത്ഷാ അപ്രത്യക്ഷനാണോ? അഭിലാഷെ, പാർലമെന്റ് സമ്മേളനത്തിൽ കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി തുടർച്ചയായി പ്രതിപക്ഷം അമിത്ഷാ പാർലമെന്റിൽ വന്ന് പ്രസ്താവന നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ നടത്തിയ പോലീസ് നടപടിയിലാണ് അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ ദിവസങ്ങളിലൊന്നും തന്നെ അമിത്ഷാ പാർലമെന്റ് നടപടികളിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. അമിത്ഷാ ഡൽഹിയിലുണ്ട്, മറ്റ് കൂടിക്കാഴ്ചകളൊക്കെ നടത്തുന്നുണ്ട്. ഇന്ന് രാവിലെയും DMK MPമാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. DMK MPമാർ പ്രധാനമായും അമിത്ഷാ ഇന്ന് കണ്ടത് FCRA ബില്ലിലെ ഭേദഗതികൾ, ചില മാറ്റങ്ങൾ വരണം, അതിലെ ചില മാറ്റങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തെ കണ്ടത്. പക്ഷേ അദ്ദേഹം പാർലമെന്റിൽ വരാനോ മറുപടി പറയാനോ തയ്യാറാവുന്നില്ല. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 14 ദിവസമായി ലോക്സഭയിലും രാജ്യസഭയിലും തുടർച്ചയായി പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നത്. ഇന്നും ലോക്സഭയിലും രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് ഉയർന്നത്. ഇന്ന് ലോക്സഭയും രാജ്യസഭയും തുടങ്ങുന്നതിന് മുന്നോടിയായി പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ചേർന്നിരുന്നു. അതിനുശേഷം മകരദ്വാറിൽ പ്രതിപക്ഷ പാർട്ടി MPമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക പ്രതിഷേധവും നടത്തിയിരുന്നു. അവർ പ്രധാനമായും 2 വിഷയങ്ങളാണ് ഉന്നയിച്ചത്. ഒന്ന്, അമിത്ഷായുടെ പ്രസ്താവന. 2, അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ള വിഷയത്തിൽ ചർച്ച. ഈ 2 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രധാനമായും പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ലോക്സഭയിൽ പ്രതിഷേധം കടത്തതോടെ 12 മണി വരെ ലോക്സഭാ നടപടിക്രമങ്ങൾ നിർത്തിവെച്ചു. രാജ്യസഭയിൽ പ്രതിഷേധത്തിനിടയിലും രാജ്യസഭാ നടപടിക്രമങ്ങൾ തുടരുകയാണ്. ഇതിനിടെ FCRA ബില്ല് ഓഗസ്റ്റ് 12-ാം തീയതി അവതരിപ്പിക്കുവാനുള്ള നീക്കമാണ് സർക്കാരിൻ്റെതെന്നുള്ള സൂചനകളും ചില അറിയിപ്പുകളുമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ FCRA ബില്ലിൽ ഇപ്പോഴും സമവായം രൂപപ്പെട്ടിട്ടില്ല. FCRA ബിൽ നിലവിലെ രൂപത്തിൽ അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷം നിൽക്കുന്നത്. പ്രതിപക്ഷത്തെ ചില പ്രധാനപ്പെട്ട പാർട്ടികളുമായി DMK-യുമായിട്ടൊക്കെ ചില ആശയവിനിമയങ്ങൾ നടത്തുന്നുണ്ട് കേന്ദ്ര സർക്കാർ. ഈ ആശയവിനിമയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് DMK MPമാരൊക്കെ അമിത്ഷായെ കണ്ടത്. പക്ഷേ അമിത്ഷായുടെ മുന്നിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യം ഇതിലെ പ്രധാനപ്പെട്ട ചില വ്യവസ്ഥകൾ മാറ്റണം എന്നുള്ളതായിരുന്നു. സംഭാവനയുമായി ബന്ധപ്പെട്ട ചില വ്യവസ്ഥകൾ മാറ്റണം എന്നുള്ളതായിരുന്നു. അക്കാര്യത്തിൽ അനുകൂലമായ ഏതെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ഉറപ്പ് അമിത്ഷായിൽ നിന്ന് ലഭിച്ചിട്ടില്ല. പക്ഷേ ചർച്ച തുടരുകയാണ്. എന്തായാലും പാർലമെന്റ് ഇരു സഭകളിലും ആ തരത്തിലേക്കുള്ള പ്രതിഷേധം ഉയർന്നു. 2 സ്വകാര്യ ബില്ലുകളും ഇന്ന് വരുന്നുണ്ട്. അത് രണ്ടും ഇന്ന് സഭയിൽ വെച്ചിട്ടുണ്ട്. അത് ഒന്ന് KC വേണുഗോപാലിൻ്റെതാണ്. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമവും മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷണവും ഉറപ്പാക്കുന്ന ഒരു ബില്ലാണ് KC വേണുഗോപാൽ അവതരിപ്പിക്കുന്നത്. മറ്റൊരു സ്വകാര്യ ബിൽ അവതരിപ്പിക്കുന്നത് ശശി തരൂരാണ്. ശശി തരൂർ കാശ്മീരി പണ്ഡിറ്റുകളുടെ പുനരധിവാസം സംബന്ധിച്ച ഒരു ബില്ലാണ് അവതരിപ്പിക്കുന്നത്. ഈ 2 സ്വകാര്യ ബില്ലുകളും ഇന്ന് ഇതിൻ്റെ പരിഗണനയിൽ വരുന്നുണ്ട്. ഇതിനിടയിൽ പാർലമെന്റിൽ ചർച്ചകൾ കൂടാതെ ആണിപ്പോൾ പല ബില്ലുകളും പാസ്സാക്കുന്നത്. പ്രധാനപ്പെട്ട ബില്ലുകളാണ്. തീർച്ചയായും അതാണല്ലോ. അതായത് കിരൺ, ഇപ്പോൾ ഈ പ്രതിഷേധങ്ങളുടെ ഒരു സ്വഭാവം നമുക്കറിയാം. CJP ആണ് വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. പിന്നീട് കേന്ദ്ര സർക്കാരിന് മന്ത്രി രാജിവെക്കുന്ന ഒരു തലത്തിലേക്ക് എത്തേണ്ടതായി വരുന്നു. മാത്രമല്ല, കേന്ദ്ര സർക്കാരിനെ തന്നെ പിന്തുണച്ചിരുന്ന പലരും ആ പിന്തുണയിൽ നിന്ന് പിന്മാറി എന്നുള്ളതാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് RSSന്റെ നിലപാട് കൂടിയാണ്. RSS ഇപ്പോൾ പറയുന്നത് തീർച്ചയായും ജൻസികളെ കേൾക്കാൻ തയ്യാറാകണം. പ്രത്യേകിച്ച് ജൻസി അനുകൂല നിലപാടുമായി RSSന്റെ മേധാവി തന്നെ എത്തുന്നു. അവർ ദേശവിരുദ്ധരല്ല, മറിച്ച് നമ്മുടെ സ്വന്തം ആളുകളാണ് എന്നാണ് മോഹൻ ഭാഗവത് വ്യക്തമാക്കിയത്. ജൻസി നമ്മുടെ അടുത്ത തലമുറയാണ്. നമ്മുടെ നിലവിലുള്ള തലമുറയേക്കാൾ സത്യസന്ധരാണ് അവർ യുക്തിസഹമായ ഉത്തരങ്ങൾ ആണ് ആഗ്രഹിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം മോഹൻ ഭാഗവതിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഈ പ്രതിഷേധത്തിൻ്റെ ഒരു തുടർച്ചയാണല്ലോ നമുക്ക് പാർലമെന്റിലും കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിലടക്കം മറുപടി പറയണമെന്ന് പ്രതിപക്ഷം ആവർത്തിക്കുന്നത്. ഇങ്ങനെ RSS അടക്കം പറയുമ്പോഴും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ കുലുക്കം ഇല്ലാതെ തന്നെ തുടരുന്നു. അതായത് മന്ത്രിയുടെ രാജിയോടെ എല്ലാം അവസാനിച്ചു എന്ന ഒരു നിലപാടാണോ ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? അഭിലാഷ്, ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട അപകടം RSS തിരിച്ചറിയുന്നു എന്ന് വേണം കരുതാൻ. കാരണം പ്രതിപക്ഷം പലതരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ പല ഘട്ടത്തിൽ ഉയർത്തിയിട്ടുണ്ട്. കൂട്ടത്തോടെ പ്രതിപക്ഷ നിരയിലെ MPമാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പാർലമെന്റ് നടപടിക്രമങ്ങൾ അപ്പാടെ അട്ടിമറിച്ചുകൊണ്ടുള്ള നീക്കങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ സുപ്രധാനമായ ബില്ലുകൾ പാസ്സാക്കുന്ന അടക്കം വന്നിട്ടുണ്ട്. പക്ഷേ അവിടെയെങ്ങും കേന്ദ്ര സർക്കാർ പ്രതിപക്ഷത്തിൻ്റെ ഏതെങ്കിലും ഒരു ആവശ്യം അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. 2 ഘട്ടത്തിൽ മാത്രമാണ് കേന്ദ്ര സർക്കാരിന് ഇത്തരത്തിൽ വഴങ്ങേണ്ടി വന്നത്. ഒന്ന്, കർഷക സമരത്തിൻ്റെ ഘട്ടത്തിലായിരുന്നു. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ കർഷക സമരത്തിൽ പങ്കെടുത്തിരുന്ന
ഒരു മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ, അത് ഉത്തർപ്രദേശിൽ നിന്നുള്ളായാലും പഞ്ചാബിൽ നിന്നുള്ളായാലും ഹരിയാനയിൽ നിന്നുള്ള കർഷക വിഭാഗങ്ങൾ, രാജസ്ഥാനിലെ ഒക്കെ കർഷക വിഭാഗങ്ങൾ, ഇവർ കൂട്ടത്തോടെ BJPയെയും RSSനെയും ഒക്കെ പിന്തുണച്ചിരുന്ന ഒരു വിഭാഗമാണ്. അവർ തന്നെ സമരരംഗത്ത് വന്നപ്പോൾ അവരുടെ തന്നെ പിന്തുണ നഷ്ടമാകും എന്ന ഘട്ടത്തിലാണ് അവസാനം അവർക്ക് വഴങ്ങി നിയമത്തിൽ മാറ്റം വരുത്താൻ തയ്യാറായത്. ഇപ്പോൾ ജൻസികളുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ അതിനെ പൂർണ്ണമായും അവഗണിച്ചു തള്ളാനും പരിഹസിച്ചു തള്ളാനുമാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചത്. അതിനുശേഷം അതിനെ അതിശക്തമായ രീതിയിലുള്ള പോലീസ് നടപടിയിലൂടെ അതിനെ അടിച്ചൊതുക്കുക എന്നുള്ളൊരു തന്ത്രമാണ് ഉപയോഗിച്ചത്. പക്ഷേ അടിച്ചൊതുക്കുന്നതിനൊപ്പം ഒന്നോ രണ്ടോ തവണ അടിച്ചൊതുക്കുമ്പോൾ അതിന് ആയിരക്കണക്കിന് വരുന്ന ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. വിദ്യാർത്ഥികളുടെ എണ്ണം അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ഒരു ജനപിന്തുണ അതിനുണ്ടായി. രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന സമരത്തിനപ്പുറത്തേക്ക് വിദ്യാർത്ഥികളുടെയും പൊതുസമൂഹത്തിൻ്റെയും ഒക്കെ വലിയ പിന്തുണ അവർക്കുണ്ടായി. അതിൻ്റെ കൂടി ഫലമാണ് അവസാനം ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെക്കാൻ നിർബന്ധിതമായത്. അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാനെ പോലെ RSSന്റെ പ്രിയപ്പെട്ട ഒരു നേതാവിനെ രാജിയിലേക്ക് നയിക്കാൻ ഒരിക്കലും തയ്യാറാകുമായിരുന്നില്ല. അത്തരമൊരു സമരം ഇനി മുന്നോട്ട് പോയാൽ ഉണ്ടാകുന്ന അപകടം അവർ തിരിച്ചറിഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ ഡിഗ്രി വിദ്യാർത്ഥികളുടെയൊക്കെ കോളേജ് ക്ലാസുകൾ തുടങ്ങുന്നത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു. ആ ക്ലാസുകൾ കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളും PG വിദ്യാർത്ഥികളും ഒക്കെ ആയിരുന്നെങ്കിൽ ഡിഗ്രി വിദ്യാർത്ഥികൾ കൂടി എത്തിക്കഴിഞ്ഞാൽ സമരത്തെ ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ഘട്ടത്തിലേക്ക് അത് എത്തിച്ചേരുമെന്ന് കേന്ദ്ര സർക്കാരിന് കൂടി ബോധ്യമുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു തീരുമാനത്തിലേക്ക് വന്നത്. ഇത് RSS വളരെ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. ഈ സമരക്കാരെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ, അല്ലെങ്കിൽ ആ നിലപാടുമായി സ്വീകരിച്ചു പോയാൽ അത് തിരിച്ചടിയാവും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് RSSന്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു നിർദ്ദേശം വരുന്നത്. പക്ഷേ അപ്പോഴും തീർച്ചയായും തലമുറ മാറ്റത്തെക്കുറിച്ച് RSS ബോധവാന്മാരാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇവരുടെ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടത് ഭരണകൂടത്തിന്റെ ആവശ്യമാണ് എന്നാണ് ഇപ്പോൾ RSS പറയുന്നത്. RSSനെ സംബന്ധിച്ചിടത്തോളം എക്കാലവും RSSന് ഏറ്റവും കരുത്ത് നൽകുന്നത് അവരുടെ യുവ പങ്കാളിത്തം എന്നത് തന്നെയാണ്. അപ്പോൾ ജെൻസി തലമുറയെയും RSSനോടൊപ്പം നിർത്തണമെങ്കിൽ അവരുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യണം എന്നത് RSSന്റെ നിലപാടായി മാറുന്നു. അതുമാത്രവുമല്ല, ഇപ്പോഴത്തെ തലമുറയേക്കാൾ കൂടുതൽ സത്യസന്ധരാണ് ജൻസികൾ എന്ന പ്രസ്താവന കൂടിയാണ് RSSന്റെ തലവന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. അപ്പോഴും കേന്ദ്ര സർക്കാരാകട്ടെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലടക്കം പ്രതിപക്ഷം വലിയ പ്രതിഷേധമുയർത്തുമ്പോഴും അമിത്ഷായോ അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ പാർലമെന്റിൽ മറുപടി നൽകുന്നില്ല എന്നതാണ് സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.